നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കാവേരി പവർ വീഡറിന്റെ ഇൻസ്റ്റലേഷൻ ആൻഡ് അൺബോക്സിംഗ് വീഡിയോനെ പറ്റിയാണ്. സോ കാവേരി പവർ വീഡർ ഈ ബോക്സിലായിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. ഇപ്പം നമുക്ക് ഈ ബോക്സിന്റെ ഉള്ളിലുള്ള കാവേരി പവർ വീഡറിന്റെ പാർട്സ് ഒക്കെ എടുത്ത് പുറത്ത് വെക്കാം. ഇതാണ് ചെക്ക് ലിസ്റ്റ്. ഇപ്പോൾ ഈ ചെക്ക് ലിസ്റ്റിലുള്ള പാർട്സ് ഒക്കെ നമ്മൾ പുറത്തെടുത്ത് വെച്ചിരിക്കുന്ന പാർട്സിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ എഞ്ചിൻ എടുത്ത് പുറത്ത് വയ്ക്കാം. പിന്നെ ടയർ അറ്റാച്ച്മെന്റ് എങ്ങനെയാണ് ചെയ്യണമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ടയർ എങ്ങനെ ലോക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വാർട്ടർ പിൻ കൊടുത്തിട്ടുണ്ടാവും. അത് വെച്ച് പ്രോപ്പറായിട്ട് ലോക്ക് ചെയ്താൽ മതി. വീഡിയോയിൽ കാണിച്ച പോലെ ഇതേപോലെ 2 ടയർ ലോക്ക് ചെയ്താൽ മതി. കാവേരി പവർ വീഡറിൽ സ്റ്റാൻഡ് ഉണ്ടാവും. അത് കറക്റ്റായിട്ട് നിർത്തി വെക്കുക. അത് കഴിഞ്ഞ് ഹാൻഡിൽ ഹോൾഡർ എടുത്തു വെക്കുക. എന്നിട്ട് എഞ്ചിനുമായിട്ട് അറ്റാച്ച് ചെയ്യുക. ഇതിൻ്റെ കൂടെ 4 ബോൾട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിട്ട് പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യുക. കാവേരി പവർ വീഡർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടൂൾ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ടൂൾസ് ഒക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ കാവേരി പവർ വീഡറിൻ്റെ ഹാൻഡിൽ കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്ന് വീഡിയോ കാണുന്ന രീതിയിൽ ഫിക്സ് ചെയ്യുക. ഒരു ബോൾട്ട് കൊടുത്തിട്ടുണ്ടാവും. അത് ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം 2 വാഷർ കൊടുത്തിട്ടുണ്ടാവും. അതിട്ട് ടൈറ്റ് ചെയ്യുക. വീഡിയോയിൽ കാണുന്ന രീതിക്ക് പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യുക. ഇനി ഗിയർ കൺട്രോൾ ചെയ്യുന്ന റോഡ് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. ആദ്യമേ റൈറ്റ് സൈഡിലുള്ള പോർട്ടിലോട്ട് ചെറിയ റോഡ് കണക്ട് ചെയ്യുക. അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് വലിയ റോഡ് കണക്ട് ചെയ്യുക. ഗിയർ റോഡ് ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ടൂൾ ബോക്സ് അറ്റാച്ച് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമ്മൾ 4 സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് വീഡിയോയിൽ കാണുന്ന രീതിക്ക് ഫിക്സ് ചെയ്യുക. ഗിയർ കൺട്രോൾ റോഡിന് ഒരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ടാകും. അത് കണക്ട് ചെയ്യുക. ഫിറ്റ് ചെയ്തതിന് ശേഷം ഗിയർ ഫംഗ്ഷനൊക്കെ പ്രോപ്പറായിട്ടുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം ക്ലച്ചിൻ്റെ കേബിൾ ഉണ്ടാവും. അത് പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യുക. അതുപോലെ റിവേഴ്സ് ക്ലച്ചിലും ഒരു കേബിൾ ഉണ്ടാവും. അതും പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യുക. ക്ലച്ചിൽ നിന്ന് വരുന്ന കേബിള് ഗിയർ ബോക്സിൽ ഒരു കണക്ടർ കൊടുത്തിട്ടുണ്ടാവും. അവിടെ കണക്ട് ചെയ്യുക. അതേപോലെ റിവേഴ്സ് ക്ലച്ചിൽ വരുന്ന കേബിളിനെ ഗിയർ ബോക്സിന്റെ താഴെയുള്ള കണക്ടറുമായിട്ട് കണക്ട് ചെയ്യുക. ക്ലച്ച് കേബിൾ ഞങ്ങൾ വീഡിയോയിൽ എങ്ങനെ കാണിച്ചിരിക്കുന്നു അതുപോലെ കണക്ട് ചെയ്യുക. അതിനുശേഷം നേരത്തെ ടൈറ്റ് ചെയ്ത ക്ലച്ച് കേബിൾ ലൂസ് ആക്കുക. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഗിയർ ബോക്സിലുള്ള ക്ലച്ച് കേബിൾ ടൈറ്റ് ആവും. ഇതേപോലെ അടുത്തുള്ള റിവേഴ്സ് ക്ലച്ച് കേബിൾ ലൂസ് ആക്കുക. അതുവഴി ഗിയർ ബോക്സിലുള്ള ക്ലച്ച് കേബിൾ ടൈറ്റ് ആവുന്നതായിരിക്കും. ടൈറ്റ് ചെയ്തത് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യുക. മേലെയുള്ള ക്ലച്ച് കേബിൾ ലൂസ് ചെയ്തതുപോലെ താഴെയുള്ള ഗിയർ ബോക്സിലുള്ള ക്ലച്ച് കേബിൾ ടൈറ്റ് ചെയ്യുക. ഹാൻഡിലോട് കൂടി വരുന്ന ആക്സിലേറ്റർ ലൂസ് ആയിരിക്കും. അത് ടൈറ്റ് ചെയ്യുക. ഇനി ആക്സിലേറ്റർ കേബിൾ കണക്ട് ചെയ്യാം. അതിനു മുന്നേ എയർ ഫിൽട്ടർ അഴിച്ചു വയ്ക്കുക. എയർ ഫിൽട്ടർ അഴിച്ചു വെച്ചതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്ന രീതിക്ക് സ്ക്രൂ ലൂസ് ചെയ്യുക. അതിനുശേഷം ആക്സിലേറ്റർ കേബിൾ ഇൻസേർട്ട് ചെയ്ത് ടൈറ്റ് ചെയ്യുക.
ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആക്സിലേറ്റർ കേബിള് നമ്മൾ ആദ്യമേ ലൂസ് ചെയ്ത സ്ക്രൂവിൻ്റെ ഉള്ള 2 ഹോൾസ് കാണും, അതിലോട്ട് ഇൻസേർട്ട് ചെയ്ത് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തതിന് ശേഷം എയർ ഫിൽട്ടർ എവിടെ നിന്നാണ് അഴിച്ചെടുത്തത് അവിടെ തന്നെ വെച്ച് അടച്ചു വയ്ക്കുക. അതിനുശേഷം നമ്മൾ മഡ് ഗാർഡിൻ്റെ സ്റ്റാൻഡ് ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ മഡ് ഗാർഡിൻ്റെ സ്റ്റാൻഡിൻ്റെ മേലെ മഡ് ഗാർഡ് ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ഫിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. അടുത്തതായി ഹെഡ്ലൈറ്റ് ഫിക്സ് ചെയ്യാം. അതിനായി റീകോയിലുള്ള 2 സ്ക്രൂ അഴിച്ച് എടുക്കുക. എന്നിട്ട് ഹെഡ്ലൈറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്, അത് ഫിക്സ് ചെയ്യുക. ഇനി ഹെഡ്ലൈറ്റ് ഫ്രെയിം എങ്ങനെ ഫിക്സ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യമേ ഹെഡ്ലൈറ്റ് എടുത്ത് ഹെഡ്ലൈറ്റ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ വയ്ക്കുക. എന്നിട്ട് 3 സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യുക. ഇതിന് ശേഷം ഫ്രെയിമിൻ്റെ ഹെഡിലുള്ള 2 ഹോൾസിൽ റബ്ബർ ബുഷ് ഇട്ട് ടൈറ്റ് ചെയ്യുക. ആദ്യമേ പെട്രോൾ ടാങ്കിന് ടാപ്പ് തുറന്നു വയ്ക്കുക. അതിനുശേഷം ഫ്രെയിം എടുത്ത് പെട്രോൾ ടാങ്കിന് മുകളിൽ വയ്ക്കുക. അത് കഴിയുമ്പോൾ പെട്രോൾ ടാങ്കിന് ടാപ്പ് എടുത്ത് ക്ലോസ് ചെയ്യുക. രണ്ട് വാഷർ കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യുക. ഇനി ഡെപ്ത് റോഡാണ് കണക്ട് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മളായിട്ട് തന്നെ അതിനുള്ള ബോൾട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന രീതിയിൽ കണക്ട് ചെയ്താൽ മാത്രം മതി. ഫസ്റ്റ് ഓഫ് ഓൾ ഡെപ്ത് റോഡ് സ്റ്റാൻഡ് കയ്യിലെടുത്ത് വീഡിയോയിൽ കാണുന്ന പോലെ ബോൾട്ട് ഫിക്സ് ചെയ്യുക. ഇത് ഫിക്സ് ചെയ്തതിന് ശേഷം ഡെപ്ത് റോഡ് എടുത്ത് സ്റ്റാൻഡോട് ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്തതിന് ശേഷം ക്വാർട്ടർ പിൻ വെച്ച് ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ഡെപ്ത് റോഡ് വന്നിട്ട് കാവേരി പവർ വീഡറിനോട് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനൊരു ക്വാർട്ടർ പിൻ കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് ഫിക്സ് ചെയ്യുക. ഇപ്പോൾ എൻജിൻ ഓൺ ഓഫ് സ്വിച്ച് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ 2 വയറുണ്ടാവും, ഒന്ന് കറുപ്പ് കളറിലും ഒന്ന് മഞ്ഞ കളറിലും. കറുപ്പ് വയർ എൻജിൻ്റെ കൂടെയുള്ള വയറിനോട് കണക്ട് ചെയ്യുക. മഞ്ഞ വയർ എൻജിൻ്റെ മേലെയുള്ള നട്ട് ലൂസ് ചെയ്ത് അവിടെ ടൈറ്റ് ചെയ്യുക. വീഡിയോയിൽ എങ്ങനെയാണോ കാണിക്കുന്നത് ആ രീതിക്ക് തന്നെ ചെയ്യുക. ഇനി ലൈറ്റ് എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് നോക്കാം. ലൈറ്റിൽ നിന്നും സ്വിച്ചിൽ നിന്നും 2 വയർ വരുന്നുണ്ടാവും, അത് വീഡിയോയിൽ കാണുന്ന രീതിയിൽ കണക്ട് ചെയ്യുക. ഇനി നമുക്ക് ഷോക്ക് അബ്സോർബർ എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ടൂൾസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നട്ടും ബോൾട്ടും യൂസ് ചെയ്ത് ഷോക്ക് അബ്സോർബർ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുക. ഷോക്ക് അബ്സോർബർ ഫിറ്റ് ചെയ്യാനുള്ള പോർഷൻ കാവേരി പവർ വീലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ വെച്ച് നട്ടും ബോൾട്ടും കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാം.
താഴെയുള്ള പോർഷൻ ഫിറ്റ് ചെയ്തതിനു ശേഷം മുകളിലുള്ള പോർഷൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ തന്നെ ഫിറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് അടുത്ത സൈഡിലും കൂടെ ഷോക്ക് അബ്സോർബർ ടൈറ്റ് ചെയ്യാനുണ്ട്. മറ്റേ സൈഡിൽ എങ്ങനെയാണോ ഷോക്ക് അബ്സോർബർ ടൈറ്റ് ചെയ്ത് അതേ രീതിക്ക് തന്നെ ഇവിടെ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യുക. നട്ടും ബോൾട്ടും കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ താഴെ മുകളിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഷോക്ക് അബ്സോർബർ കറക്റ്റായിട്ട് ഇരിക്കും. ഇപ്പോൾ കാവേരി പവർ വീടറിന്റെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ബ്ലേഡ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കാം. കാവേരി പവർ വീടറിന്റെ ബ്ലേഡ് അറ്റാച്ച്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. പിസ്റ്റണിന്റെ കൂടെ ബ്ലേഡ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ റൈറ്റ് സൈഡിലോട്ടും ലെഫ്റ്റ് സൈഡിലോട്ടും വെക്കാൻ വേണ്ടി 2 സെറ്റ് ബ്ലേഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ റൈറ്റ് സൈഡിലാണ് ബ്ലേഡ് വെക്കുന്നതെങ്കിൽ പിന്നെ ലെഫ്റ്റ് സൈഡിൽ വെക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലാസ്റ്റ് വരെ ചെയ്യുക. അങ്ങനെ വീഡിയോയിൽ കാണിക്കുന്ന രീതിക്ക് കറക്റ്റായിട്ട് ചെയ്യുക.
ഇനി നമുക്ക് ഈ കാവേരി പവർ വീഡറിൽ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ പവർ വീഡറിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. കാവേരി പവർ വീഡർ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞതിന് ശേഷം 3 മണിക്കൂർ ഐഡിയലായിട്ട് റൺ ചെയ്യിപ്പിക്കണം. അത് കഴിഞ്ഞ് 1 മണിക്കൂർ ഇടവിട്ട് 15 മിനിറ്റ് നേരത്തേക്ക് നിർത്തിയിടുക വേണം. ഈ കാവേരി പവർ വീഡർ ഉപയോഗിച്ച് കള എടുക്കാൻ പറ്റും, അതുപോലെ തെങ്ങിന് വട്ടപ്പാത്തി എടുക്കാം, ചെളിയിൽ ഉഴുവാൻ പറ്റും. അങ്ങനെ ഒരു കർഷക വ്യവസായിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു പവർ വീഡർ വെച്ച് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഓയിൽ ടാപ്പ് അഴിച്ചിട്ട് ഫണൽ യൂസ് ചെയ്ത് ഓയിൽ ഫില്ല് ചെയ്യുക. നമ്മൾ ഓയിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് മാക്കിന് 2040 ഓയിലാണ്. ഇതിൽ വന്നിട്ട് നിങ്ങൾ 600 ml ഓയിൽ വരെ ഒഴിക്കുന്ന രീതിക്കിരിക്കും. ഞങ്ങൾ പറഞ്ഞ മാക്കിൻ്റെ 2040 ഓയിൽ മാത്രം യൂസ് ചെയ്യുക, വേറൊരു ഓയിലും യൂസ് ചെയ്യാതിരിക്കുക. ആദ്യത്തെ 2 തവണ 20 മണിക്കൂർ കഴിയുമ്പോൾ ഓയിൽ മാറ്റുക. പിന്നീട് ഓയിൽ മാറ്റുന്ന സമയത്ത് 30 മണിക്കൂർ കഴിയുമ്പോൾ ഓയിൽ മാറ്റിയാൽ മതി. ഓയിലൊക്കെ ഒഴിച്ചതിന് ശേഷം ടാപ്പ് കറക്റ്റായിട്ട് അടയ്ക്കുക. പിന്നീട് ഗിയർ ഓയിൽ ഒഴിക്കാൻ വേണ്ടി ടാപ്പ് തുറക്കുക. ഒരു ഫണൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഓയിൽ ഒഴിക്കാവുന്നതാണ്. മാക്കിൻ്റെ 140 ഓയിലാണ് നമ്മൾ ഒഴിക്കേണ്ടത്. ഓയിൽ എന്തോരം ഒഴിക്കണമെന്ന് നോക്കി കഴിഞ്ഞാൽ 1600 ml ഓയിലാണ് ഒഴിക്കേണ്ടത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയർ ഓയിൽ 30 മണിക്കൂർ കൂടുമ്പോൾ മാറ്റേണ്ടതാണ്. അപ്പോൾ ഓയിലൊക്കെ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ടാപ്പ് കറക്റ്റായിട്ട് അടച്ചു വെക്കുക. ഇനി നമ്മൾ എയർ ഫിൽറ്ററിൽ ഓയിൽ ഒഴിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് സ്ക്രൂ അഴിച്ചിട്ട് എയർ ഫിൽറ്റർ റിമൂവ് ചെയ്യുക. എയർ ഫിൽറ്റർ ബോക്സ് അഴിച്ച് വെക്കുക. അതിൻ്റെ ഉള്ളിൽ ഒരു റബ്ബർ ലെയർ കാണും, അതെടുത്ത് വെക്കുക. അപ്പോൾ അവിടെ ഓയിൽ ഒഴിക്കാൻ വേണ്ടി പാർട്ടീഷൻസ് കാണും. അതിൻ്റെ ഉള്ളിൽ മാക്കിന് 2040 ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എങ്ങനെയാണോ എടുത്തത് അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് ലോക്ക് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് പെട്രോൾ ഒഴിക്കാം. 3 ലിറ്റർ ആയിരിക്കും പെട്രോളിൻ്റെ കപ്പാസിറ്റി വന്നിട്ട്. അതുപോലെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പെട്രോൾ ഒഴിക്കുകയും ചെയ്യാം. ആദ്യമേ എൻജിൻ സ്വിച്ച് ഓൺ ആക്കുക, പിന്നെ ചോക്ക് ഓഫ് ആക്കുക. അതിനുശേഷം റീകോയിൽ വലിച്ച് സ്റ്റാർട്ട് ചെയ്യുക. പിന്നീട് ചോക്ക് ഓൺ ആക്കി വയ്ക്കുക. ഇങ്ങനെയാണ് എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻജിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 3 മണിക്കൂർ ഐഡിയലായിട്ട് റൺ ചെയ്യിപ്പിക്കുക. അതിനുശേഷം 1 മണിക്കൂർ ഇടവേള വിട്ട് 15 മിനിറ്റ് നിർത്തിയിട്ട് പിന്നീട് ഉപയോഗിക്കുക. എൻജിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഗിയർ ഇട്ട് ക്ലച്ച് ഇട്ട് കഴിഞ്ഞാൽ പവർ വീഡർ മൂവ് ആയിക്കോളും. കറക്റ്റായിട്ട് മൂവ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന കണക്ഷൻസ് ഒക്കെ കറക്റ്റ് ആണെന്നാണ് അർത്ഥം. റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിലോ സെക്കൻഡ് ഗിയറിലോ ഇടാതെ ന്യൂട്രൽ ഇടുക. ഫസ്റ്റ് ഗിയറിലോ സെക്കൻഡ് ഗിയറിലോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലച്ച് പിടിക്കുന്ന സമയത്ത് ക്ലച്ച് പ്ലേറ്റ് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ന്യൂട്രലിൽ വെച്ചിട്ട് റിവേഴ്സ് ഗിയർ ഇടുക. ഇനി കാവേരി പവർ വീഡർ വെച്ച് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് നോക്കാം. ബ്ലേഡ് എല്ലാം അറ്റാച്ച് ചെയ്തതിന് ശേഷം റോഡിലൂടെയോ അല്ലെങ്കിൽ സിമെൻറ്റ് റോഡിലൂടെയോ ഒന്നും ഓടിക്കാൻ പാടില്ല. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 4 സ്ട്രോക്ക് എഞ്ചിനാണ്. 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ പോലെ ഓയിലും പെട്രോളും കൂടെ മിക്സ് ചെയ്ത് ഒഴിക്കാൻ പാടില്ല. ഓയിൽ ഒഴിക്കുന്നതിനും പെട്രോൾ ഒഴിക്കുന്നതിനും സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. നന്ദി, നമസ്കാരം.